നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 661. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 661. ഇപ്പോൾ 157 സർഗം ബാണപരാജയവും ഭഗവത് അനുഗ്രഹവും എന്ന സർഗത്തിൽ 17ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ബുദ്ധീന്ദ്രിയാദിമൂടില്ല നിന്നെ, ശ്രദ്ധിക്കണം, ബുദ്ധി ഇന്ദ്രിയാദിമൂടില്ല നിന്നെ നിന്നാലതൊക്കെയും നിന്നെ നിന്നാൽ അതൊക്കെയും മിന്നുന്നു സൂര്യനാൽ മേഘം പോലെ നീ വിശ്വഭാവനൻ. അതായത് ഇന്ദ്രിയങ്ങളെ കൊണ്ടും ബുദ്ധി കൊണ്ടൊന്നും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് സ്വന്തം ആത്മാവ് കൊണ്ട് പരമാത്മ ചൈതന്യത്തിനെ മനസ്സിലാക്കാം അനുഭൂതി മണ്ഡലത്തിൽ. അതാണ് സൂര്യനാൽ മേഘം പോലെ. മേഘങ്ങൾ സൂര്യനെ മറയ്ക്കാൻ പറ്റില്ല, അതേപോലെ താൽക്കാലികം മാത്രമാണ്. നീ വിശ്വഭാവനൻ എന്ന് പറഞ്ഞു. ഇനി 18ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. അദൃശ്യനാം നീ ഈ മട്ടിൽ, നീ ആരാ? അദൃശ്യൻ. പക്ഷേ നീ എപ്പോൾ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കണോ അപ്പോൾ സഗുണത്തിൽ വരണു. അതുകൊണ്ട് നമ്മൾ സഗുണത്തിൽ ഭജിച്ചത് കൊണ്ട് കാര്യമില്ല. വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങളെ അങ്ങനെ പറയുള്ളൂ. സഗുണത്തിൽ ഭജിച്ചാൽ മതി എന്ന് പറഞ്ഞത് അവർ ബുദ്ധിയില്ലാത്തവരാ, ഭാഗവതം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അദൃശ്യനാം നീ മട്ടിൽ വിളയാടുവത് ഞങ്ങളിൽ ചെയ്യും പരമകാരുണ്യം അല്ലാതെ എന്തോതിടേണ്ടു ഞാൻ. നീ കാണിക്കുന്ന എന്താണെന്നാ പറയുക, കാരുണ്യ കടാക്ഷത്തിന് അത് ഞങ്ങളുടെ ഭാഗ്യം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. നിൻ മായയെങ്കൽ മോഹിച്ചാണ് അറിഞ്ഞിട്ടും ഗൃഹാദിയിൽ ആശ വെപ്പത് ദുഃഖത്തിൽ മുങ്ങിയും പൊങ്ങിയും നരൻ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിൻ മായയെങ്കൽ മോഹിച്ചിട്ടാണ് അറിഞ്ഞിട്ടും, അതായത് ഭഗവാന്റെ മായ എന്താണെന്ന് അറിഞ്ഞിട്ടും സാധാരണക്കാരെ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ തന്നെ ഗൃഹാദിയിൽ ആശ വെപ്പത് ദുഃഖത്തിൽ മുങ്ങിയും പൊങ്ങിയും. ഗൃഹാദികളെ പുത്രേഷണ ധാരേഷണ അർത്ഥേഷണ, അതിൽ ആശ വെപ്പത് ദുഃഖത്തിൽ മുങ്ങിയും പൊങ്ങിയും നരൻ ഭജനാർഹ ശരീരം നീ നൽകിയും. ഭജന ചെയ്യാനുള്ള മായ ശരീരം ഭഗവാൻ തന്നിട്ടും വിഷയേച്ഛയാൽ തൃപ്പാദം ആശ്രയിക്കാത്തോൻ ആത്മാവിനെ വധിക്കയാം. ആത്മാവിനെ വധിക്കുകയാണെന്നാണ് പറഞ്ഞത്. ആനന്ദരൂപനാം ആത്മാവാം, ആനന്ദരൂപൻ ആത്മാവാം നിന്നെ വിട്ട് ഇന്ദ്രിയങ്ങളിൽ രമിക്കും മർത്യൻ അമൃതം വെടിഞ്ഞുണ്ണുകയാം വിഷം. അമൃതം വിട്ട് വിഷം പാനം ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഒരു നിമിഷത്തിൽ എന്ത് വരും? ഭക്തിജ്ഞാന വൈരാഗ്യം വരും. പക്ഷേ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞതൊന്നും മനസ്സിലാവണില്ല. എന്താ ചെയ്യുക? ഇത്ര ഡൗൺ ടു എർത്ത് സിംപ്ലിസിറ്റി ഉള്ളത് കേൾക്കാനുള്ള ക്ഷമയില്ല. അവരുടെ വിചാരം നമ്മളൊരു പ്രാന്തനാന്നാ. ആയിക്കോട്ടെ, അങ്ങനെ പോട്ടെ.
ആനന്ദരൂപൻ ആത്മാവാം നിന്നെ വിട്ട ഇന്ദ്രിയങ്ങളിൽ രമിക്കും മർത്യൻ അമൃതം വെടിഞ്ഞുണ്ണുകയാം വിഷം. ഞാനും ബ്രഹ്മാവും എന്നല്ല പുണ്യമുള്ളവരൊക്കെയും സർവാത്മനാ നിൻ തൃപാദപത്മം എന്നും ഭജിക്കയാം. ഞാനും ബ്രഹ്മാവും എന്നല്ല പുണ്യമുള്ളവരൊക്കെയും സർവാത്മനാ നിൻ തൃപാദപത്മം എന്നും ഭജിക്കയാം. ഇതെല്ലാം ഓർത്ത് നിൻ തൃക്കാൽ ആശ്രയിക്കുവതേവനോ. ഈ കാര്യങ്ങളൊക്കെ പൊതുവെ മനസ്സിലാക്കി നിൻ തൃക്കാൽ ആശ്രയിക്കുന്നവനേവനോ അവൻ്റെ ജന്മം സഫലം പേർ പോലും പരിപാവനം. സഫലം പേർ പോലും പരിപാവനം. ഇതെല്ലാം ഓർത്ത് നിൻ തൃക്കാൽ ആശ്രയിക്കുവതേവനോ അവൻ്റെ ജന്മം സഫലം പേർ പോലും പരിപാവനം. ഏവർക്കും മിത്രം ആത്മാവും എല്ലാവർക്കും മിത്രം എന്ന് പറയാൻ ആരെയുള്ളൂ? ആത്മാവ്. പ്രിയനും ഗുരു ദൈവവും ഹിതകാരിയുമായി മിന്നും പരിപൂർണ കൃപാനിധി. എന്തിനാ മൂലം ഭാഗവതം പഠിക്കുന്നത്? അർത്ഥം അറിയാണ്ടേ? ഭഗവാൻ ജനങ്ങളിൽ വസിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എത്ര പേർക്കറിയാം? മൂലത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? എത്ര പേരത് ധരിച്ചിട്ടുണ്ട്? എത്ര പേർ അത് ആവേശത്തോടു കൂടി മറ്റുള്ളവരെ പറഞ്ഞറിയിക്കുന്നുണ്ട്? ഇവിടെ പറയണു ഏവർക്കും മിത്രം ആത്മാവും പ്രിയനും ഗുരു ദൈവവും ഹിതകാരിയുമായി മിന്നും പരിപൂർണ കൃപാനിധി. ഇതിനേക്കാൾ വലിയ ഒരു ആശങ്ക നിർമാർജനം ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആരുടേതാണ്? പുണ്യശ്രവണ നിൻ പാദഭക്തി മേന്മേൽ മിന്നുവാൻ ഞാനിതാ ശരണം പ്രാപിക്കുന്നേൻ. പരംപുരുഷ എങ്ങനെ വേണമെങ്കിലും പരമപുരുഷ. പുണ്യശ്രവണ ഭഗവാൻ ആരാ? പുണ്യശ്രവണ നിൻ പാദഭക്തി മേന്മേൽ മിന്നുവാൻ ഞാനിതാ ശരണം പ്രാപിക്കുന്നേൻ പരമപുരുഷ. അന്യനായിട്ടൊരാൾ പോലും അവിടേക്കില്ല മാധവാം. ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയാം, അന്യനായിട്ടൊരാൾ പോലും അവിടേക്കില്ല മാധവ. ആകയാൽ ഒന്നിവനിലും കനിയേണം മഹാപ്രഭു. അങ്ങയ്ക്ക് അന്യനായിട്ട് ആരുമില്ല, പക്ഷേ എന്നെ ഒന്ന് കനിയണം. ഇത്രയും സുതാര്യമായ ഒരു ക്യാരക്ടറാണ് ശിവൻ, അല്ലേ? ഏകമായ പരബ്രഹ്മം ദ്രവിതമായി പിരിഞ്ഞു, അതിലൊന്നാണ്. അതിനെ നമ്മൾ വേണ്ട മാതിരി ഉൾക്കൊണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈശ്വരനാണെങ്കിൽ കൂടിയും തന്മയത്തോടു കൂടിയ സിൻസിറിറ്റി എമംഗ് ദം. കൃഷ്ണനും ശിവനും യാതൊരു വ്യത്യാസവുമില്ല, ഒന്നാണ്. അന്യനായിട്ടൊരാൾ പോലും അവിടേക്കില്ല മാധവ. ആകയാൽ ഒന്നിവനിലും കനിയേണം മഹാപ്രഭു. പ്രദോഷം തോറും ആനന്ദപൂർണ്ണ നൃത്തത്തിലേവനും ആശ്ചര്യമുളവാം മട്ടിൽ വാദ്യം ചെയ്വോനുമാണിവൻ. അപ്പോൾ ഇനി കുറച്ച് ബാണനെ പറ്റി പറയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇവൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ഇവൻ്റെ കാവൽക്കാരനായത്? എന്തുകൊണ്ടാണ് 996 കൈകൾ മുറിക്കുന്നത് വരെ ഞാൻ മിണ്ടാണ്ടിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് മതി, ഇനി അവനെ ദ്രോഹിക്കരുത് എന്ന് പറയാൻ കാരണം, പ്രദോഷം തോറും ആനന്ദപൂർണ്ണ നൃത്തത്തിലേവനും ആശ്ചര്യമുളവാം മട്ടിൽ വാദ്യം ചെയ്വോനുമാണിവൻ. അപ്പം നമ്മൾ ഒരാൾ തുറന്ന മനസ്സോടുകൂടി ഈശ്വരനെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് അതായത് നമ്മുടെ പൂജ
ഉൾക്കൊണ്ടിട്ടുള്ള ഈശ്വരൻ ഒരിക്കലും നമുക്ക് എതിര് നിൽക്കില്ല. കാർവർണ്ണൻ ഓതി മധുരം കമനീയ ഗുണാലയൻ, കാവർണ്ണൻ ഓതി മധുരം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന് മറുപടി പറയുന്നു, കാർവർണ്ണനോദി മധുരം കമനീയ ഗുണാലയൻ, സർവജ്ഞനാകും അവിടുന്ന് അരുളി ചെയ്വതൊക്കെയും. അപ്പോൾ ഭഗവാൻ ശിവനെ തരം താഴ്ത്തിയോ? ഇല്ല. സർവജ്ഞനാകും, എല്ലാം അറിയുന്ന ആളാണ് പരമശിവൻ. സർവജ്ഞനാകും അവിടുന്ന് അരുളി ചെയ്വതൊക്കെയും എനിക്ക് അത്യന്ത സന്തോഷമാം. എനിക്ക് അത്യന്ത സന്തോഷം വളർത്തിയിടുവതല്ലയോ. അങ്ങ് പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് അത്യന്തം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. രണ്ടെന്ന ഭാവം ഈ നമ്മൾക്കുണ്ടായിട്ടില്ല ഒരിക്കലും. ഇതാണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്. വിഷ്ണുവും ശിവനും രണ്ടല്ല. രണ്ടെന്ന ഭാവം ഈ നമ്മൾക്കുണ്ടായിട്ടില്ല ഒരിക്കലും. ശിവഭക്തോത്തമൻ മന്നിലൊന്നാമത് ഇവനിത്രയോ പ്രഹ്ലാദൻ്റെ കുലത്തിങ്കൽ പിറന്നോൻ ബലിനന്ദനൻ. എനിക്കറിയാം എന്ത് ശിവഭക്തോത്തമൻ മന്നിലൊന്നാമൻ, ശിവഭക്തന്മാരിൽ ഒന്നാമനാണ് ഇവനെന്നും. അത്രയോ, അത് മാത്രമല്ല, പ്രഹ്ലാദൻ്റെ കുലത്തിങ്കൽ പിറന്നോൻ, എൻ്റെ ഭക്താഗ്രഗണ്യന്മാരിൽ ഏറ്റവും പരമപ്രധാനം അറിയിക്കുന്ന പ്രഹ്ലാദൻ്റെ കുലത്തിൽ ജനിച്ചവനും. പിന്നെയോ സാക്ഷാൽ മഹാബലിയുടെ മകനും ബലിനന്ദനൻ. ദർപ്പം ശമിപ്പിപ്പതിനു മാത്രം കൈകൾ മുറിച്ചു ഞാൻ. അഹങ്കാരം ഇല്ലാതെ കണ്ടാക്കാൻ 996 കൈകൾ ഞാൻ മുറിച്ചു. ശരിയാണ്. അവിടുത്തോട് എതിർപ്പാൻ കൈതരുപ്പുണ്ടാകയില്ല. ഇനി ഒരിക്കലും ഇവൻ അങ്ങയോട് എതിർക്കാൻ കൈതരിപ്പുണ്ടാവുമെന്ന് പറയില്ല. അവന് മനസ്സിലായി സംഗതി. കേടുകൂടാതെ എന്നെന്നും ഈ കാണും 4 കൈകളാൽ, കേടുകൂടാതെ എന്നെന്നും ഈ കാണും 4 കൈകളാൽ ഇടയ്ക്ക് കൊട്ടി സേവിച്ചു കൊള്ളും നിൻ പാർഷദോത്തമൻ. ഇനി ഉള്ള പ്രദോഷങ്ങളിൽ ഇവൻ ഒരേ സമയത്ത് 2 ഇടയ്ക്ക് കൊട്ടി അങ്ങയെ സന്തോഷിപ്പിക്കും. ഇടയ്ക്ക് കൊട്ടി സേവിച്ചു കൊള്ളും നിൻ പാർഷദോത്തമൻ, നിൻ്റെ പാർഷദന്മാരിൽ ഉത്തമനായിട്ടിരിക്കും. ഈ വണ്ണം അരവിന്ദാക്ഷൻ അലിഞ്ഞ് ആശീർവദിക്കവേ സാഷ്ടാംഗം പ്രണമിച്ച് അമ്പാർന്നെണീറ്റു വിമലാശയൻ. ചളി പുരളാത്ത ആശയത്തോടു കൂടിയവൻ. ഈ വണ്ണം അരവിന്ദാക്ഷൻ അലിഞ്ഞാശീർവദിക്കവേ സാഷ്ടാംഗം പ്രണമിച്ചമ്പാർന്നെണീറ്റു വിമലാശയൻ. ഭക്തി വിഹ്വലനായി കണ്ണീരൊഴുകി കൊണ്ടുചെന്നുടൻ. ബാണൻ ഭക്തിവിഹ്വലനായി കണ്ണീരൊഴുകിക്കൊണ്ടു ചെന്നുടൻ മകളോടൊപ്പം അനിരുദ്ധനെയും വേണ്ട മാതിരി അലങ്കരിച്ച് പൊൻതേരിൽ കരേറ്റി അതിഭാഗ്യവാൻ വാദ്യഘോഷത്തോടും ബാണൻ ആനന്ദാകുലമാനസൻ. അതിനെന്താ കാരണം? ശിവനിൽ നിന്ന്, തൻ്റെ എല്ലാമാണെന്ന് കരുതി വരുന്ന ശിവനിൽ നിന്ന് കൃഷ്ണനെ പറ്റി ഇത്രയൊക്കെ അറിഞ്ഞപ്പോൾ ആ കൃഷ്ണൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ മരുമകനായിട്ടുള്ളത് എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദാകുലമാനസൻ. സർവേശ്വരൻ്റെ മുമ്പാകെ സമർപ്പിച്ചു വിനീതനായി. സർവേശ്വരൻ്റെ മുമ്പാകെ സമർപ്പിച്ചു വിനീതനായി. ശ്രീശങ്കരൻ്റെയും മുമ്പിൽ തൊഴുതും കൊണ്ടു നിൽക്കവേ. സർവേശ്വരൻ്റെ മുമ്പാകെ സമർപ്പിച്ചു വിനീതനായി ശ്രീശങ്കരൻ്റെയും മുമ്പിൽ തൊഴുതും കൊണ്ടു നിൽക്കവേ.
സന്തുഷ്ടനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്തുഷ്ടനായ ഭഗവാൻ നവദമ്പതിമാരോടും പുറപ്പെട്ടാൻ ദ്വാരകയ്ക്ക്. മഹാദേവാനുമോദിതൻ, മഹാദേവനാൽ അനുമോദിക്കപ്പെട്ടവൻ. മൃദംഗവാദ്യാദികളൊത്ത് എതിരേറ്റു അനിരുദ്ധനെ വിവാഹോത്സവം അത്യന്തം ഘോഷിച്ചു പുരവാസികൾ. ഒരു ശ്ലോകത്തുനിന്ന് പറഞ്ഞു ബാണൻ്റെ നിലയത്തിൽ നിന്ന് പുറപ്പെട്ടു. പിറ്റേ ശ്ലോകത്തിൽ പറഞ്ഞു മൃദംഗവാദ്യാദികളൊത്ത് എതിരേറ്റു അനിരുദ്ധനെ വിവാഹോത്സവം അത്യന്തം ഘോഷിച്ചു പുരവാസികൾ, ദ്വാരകാപുരവാസികൾ. ഇനി അതിലെ അവസാനത്തെ ശ്ലോകം 39-ാമത്തെ ശ്ലോകം. പുരാരിയും സാക്ഷാൽ പരമശിവൻ പുരാരിയും കൃഷ്ണനുമൊത്തു തമ്മിൽ പോർ ചെയ്തൊരു പുണ്യതമം ചരിത്രം. പ്രഭാതകാലത്തെഴുന്നേറ്റു ചിന്തിപ്പവന് ഭക്ത്യാതിജയം കരസ്ഥം. ഇത് അറിഞ്ഞിട്ടും ആരും ഇത് ചെയ്യണില്ല എന്നുള്ളതാണ് സത്യം. പുരാരിയും കൃഷ്ണനുമൊത്തു തമ്മിൽ പോർ ചെയ്തൊരു പുണ്യതമം ചരിത്രം. പ്രഭാതകാലത്തെഴുന്നേറ്റു ചിന്തിപ്പവന്നു ഭക്ത്യാതിജയം കരസ്ഥം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ സപ്തപഞ്ചാശാധികശതതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് 158-ാം സർഗം നൃഗചരിതം. നൃഗചരിതം എന്താ നോക്കുക. ഒന്നാമത്തെ ശ്ലോകം. ശിവഭക്തനും മാർന്നീടാം ഇതുമാതിരി താമസം ദാനധർമാദിയിൽ തന്നെ മുഴുകിയിടുകിലും ആവിധം. വേറൊരു കഥ പറയാണ്. ശിവഭക്തനുമാർന്നീടാം ഇതുമാതിരി താമസം എന്ന് പറഞ്ഞെന്താ? താമസം എന്ന് പറഞ്ഞെന്താ? താമസം എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുക എന്നല്ല, തമോ ഗുണം എന്നർത്ഥം. ശിവഭക്തനും തമോ ഗുണം സംഭവിക്കുന്ന പറഞ്ഞു. ശിവഭക്തനും മാർന്നീടാം ഇതുമാതിരി തമോ ഗുണം ദാനധർമാദിയിൽ തന്നെ മുഴുകിയിടിലും ആവിധം. ദാനധർമ്മത്തിൽ മാത്രം മുഴുകി പറഞ്ഞിട്ട് കാര്യമില്ല, അതിലും തെറ്റുപറ്റുന്നതാണ്.